ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ ഇതാക്കണം ഇന്നിപ്പോൾ എല്ലാം കൂടെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എന്തുണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ രാവിലെ തന്നെ പരിപ്പ് എന്താ കാണിച്ചിരിക്കുന്നത്. ചായയും കടിയൊന്നും ഉണ്ടാക്കിയൊന്നും ഞാൻ എന്തായാലും കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ വേഗം പരിപ്പും കറി വെക്കാൻ കേട്ടോ. പിന്നെ നല്ല ബീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് ബീഫ് അങ്ങനെ വാങ്ങലില്ലായിരുന്നു. അങ്ങനെ ഇതാക്കണേ ബീഫ് കൊടുന്നപ്പോൾ എന്താക്കി അതോടെ കഴുകി വെച്ചിട്ടോ. പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇന്ന് നെയ്ച്ചോറാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ പരിപ്പ് 2 വിസിലടുപ്പിച്ച് അവിടെ വേവിച്ചിട്ടോ. അപ്പോൾ അത് ആ പരിപ്പ് കറിയും തേങ്ങ അരച്ചിട്ടുള്ള പരിപ്പ് കറിയും ബീഫ് വരട്ടിയതും പിന്നെ നെയ്ച്ചോറാണ് ഇന്നത്തെ അത് നമുക്ക് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അത് അന്നിപ്പോൾ ഒരു നേരം വെള്ളമുള്ളൂ കേട്ടോ. കാരണം ഞായറാഴ്ചയൊക്കെ ആയാൽ എപ്പോഴും തിരക്ക് പിടിച്ചൊരു ദിവസമായിരിക്കും കേട്ടോ. ഒന്നിനും സമയം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണം പരിപ്പും കറി അവിടെ പിന്നെ റെഡിയാക്കിട്ടോ. പിന്നെ ഇതാക്കണം നെയ്ച്ചോർക്കെല്ലാം ഉള്ളി പൊരിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് അതവിടെ പിന്നെ റെഡിയാക്കിയിരിക്കണേ. ഇനി ഇതാക്കണേ നമുക്ക് ബീഫ് കഴുകി കൊടുക്കണം ഉണ്ടാക്കി ഉള്ളിയും തക്കാളിയും ചതവും കാര്യങ്ങളും എല്ലാം ഇട്ടുകൊണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കുന്നത് നമ്മൾ ഉള്ളിയൊക്കെ പൊരിച്ച് കോരിയെടുത്തു. പിന്നെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ പാകത്തിനുള്ളത് അളന്നുകൊണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അത് നല്ല തിള വന്നപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് സ്റ്റാൻഡ് വെച്ചിട്ടല്ല കേട്ടോ വീഡിയോ എടുക്കാറ്, നമ്മൾ കയ്യിൽ തന്നെ പിടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചിലപ്പോൾ ക്യാമറൻ്റെ ഒരു ഇതൊക്കെ നമ്മൾ കൈ ഇളകുമ്പോൾ എന്തായാലും അത് ഇളകുമല്ലോ. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാക്കുന്നത് നമ്മൾ ബീഫ് അവിടെ വിസിലടിയിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നെയ്ച്ചോറായതുകൊണ്ട് നമുക്ക് പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ മേലെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഇതാക്കണം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണം നമ്മൾ പൊരിച്ച എന്താ പറയുക അതൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ വറുത്ത് കോരി വെച്ചിരുന്നു. കാരണം മുന്തിരി മാത്രമുണ്ട് കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് ഒരൊറ്റൊരു എന്താ പറയുക ഒരു കഷ്ണം പോലും ഇല്ല കേട്ടോ. ഫുള്ളും തിന്ന് തീർത്തിക്കണം കേട്ടോ. കുട്ടികൾ ഒന്നങ്ങോട്ട് വരും എടുത്തിട്ട് പോകും, പിന്നെ ഒന്നങ്ങോട്ട് പോകും, അങ്ങനെ എടുത്ത് തിന്ന് തീർത്തിട്ടോ. അതുകൊണ്ട് അത് ഇതിലിടാൻ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാക്കണം നമ്മൾ മല്ലിച്ചപ്പ് പുതിന അതൊക്കെ ഒന്ന് അരിഞ്ഞങ്ങാണ്ട് കറിവേപ്പിൻ്റെ ഇല അടക്കം കേട്ടോ. അതൊക്കെ അരിഞ്ഞങ്ങാണ്ട് എന്താക്കി അതും അതിൻ്റെ മേലിട്ട് കൊടുത്തിട്ട് അങ്ങനെ നെയ്ച്ചോറോടെ സെറ്റായി. പിന്നെ ഞങ്ങൾക്ക് പരിപ്പും കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ച് വറവിട്ട് വെച്ചിരുന്നു കേട്ടോ. പിന്നെ തേങ്ങ കിട്ടാത്തതുകൊണ്ട് തേങ്ങക്ക് മുത്തുമോനെ പറഞ്ഞ് വെച്ചിട്ടാണ് കേട്ടോ. തേങ്ങക്ക് ഇപ്പോൾ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് പിന്നെ ഒന്നൊക്കെ വാങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ ഒന്നിന് തന്നെ 40 രൂപയാണ് പറഞ്ഞിട്ട് വന്നതിന് കേട്ടോ. അങ്ങനെ ഇതാക്കണ തേങ്ങ കൊടുങ്ങാണ്ട് വേഗം ഒരു മുറി നമ്മളെന്താക്കി തേങ്ങ അരച്ചത് കറി അവിടെ റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ ഇതാക്കണം ബീഫ് നമുക്ക് വരട്ടിയെടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ നെയ്ച്ചോറും ബീഫും കാര്യങ്ങളും ചിക്കനൊക്കെ നമ്മളെപ്പോഴും ഉണ്ടാക്കും കേട്ടോ. പക്ഷെ ഇങ്ങനെ പരിപ്പും കറിയും പിന്നെ നെയ്ച്ചോറും അതുപോലെ ബീഫ് വരട്ടിയൊക്കെ നമ്മൾ ആദ്യമായിട്ടാട്ടോ നമ്മുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കഴിച്ചിട്ടുമില്ല, പക്ഷെ ഇങ്ങനെ പറയുന്നത് കേട്ടിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മളെ ബീഫ് പിന്നെ നമുക്ക് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു വെള്ളം കുക്കറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ വെള്ളത്തോടുക്കാൻ തന്നെയാണ് കേട്ടോ ഈ ഒരു പിന്നെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് കാണ്ടേക്ക് കണ്ട് ഇട്ട് കൊടുത്തിട്ടോ. ഇനി ഇതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കാൻ കേട്ടോ. കാരണം ആ ഒരു വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മസാലൻ്റെ കുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ പോവും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ എന്താക്കി ഇങ്ങനെ തന്നെ ഇതിൽ കടന്നു കണ്ടത്. പിന്നെ നമ്മളൊന്ന് വരട്ടിയെടുക്കുകയാണ് കേട്ടോ. അതായത് നമ്മൾ ഗ്യാസുമേ കേട്ടോ അതൊക്കെ ചെയ്യണത്. നമ്മൾ അടുപ്പൊക്കെ നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ എന്തായാലും വേണ്ടില്ല നമ്മൾക്കിപ്പോൾ സെറ്റായി കിട്ടണമല്ലോ വിചാരിച്ചും കണ്ട് അങ്ങനെ അത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ പറയാൻ. നമുക്കിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു നേരിട്ട വെള്ളം വരുള്ളൂ കേട്ടോ. കാരണം അത് തിരക്ക് പിടിച്ചൊരു ദിവസമായിരിക്കും കേട്ടോ. കാരണം 12 മണിയാകുമ്പോഴത്തേന് വെള്ളം നിൽക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ എല്ലാവരും സമയത്തിനായിട്ട് വെള്ളം പിടിക്കുക, അതുകൊണ്ട് ഭയങ്കര ഇടങ്ങേറാട്ടോ. അപ്പോൾ ഈ പണികളൊക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇടങ്ങേറാട്ടോ. അങ്ങനത്തെ പണികളൊന്നും ഞാൻ എടുക്കലേന്നല്ല കേട്ടോ. രാവിലെ തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ കാക്ക ഇന്നിപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനൊന്നും വരില്ല, രാവിലെ തന്നെ എല്ലാം കൊണ്ടുവന്നെങ്ങാണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്നും പറഞ്ഞാണ്ട് അങ്ങനെ പോയതാട്ടോ. പിന്നെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നല്ലതാട്ടോ. എപ്പോഴും നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നേക്കാൻ നല്ലത് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ഒരു ബീഫിൻ്റെ കോലം തന്നെ ആകെ മാറിട്ടോ. അപ്പോൾ നല്ല എല്ലാവരും നല്ല അടിപൊളി ആ ഒരു പെർഫെക്റ്റിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ പിന്നെ മക്കൾക്കൊക്കെ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് പിന്നെ ബീഫൊക്കെ അവിടെ സെറ്റായപ്പോൾ ഇതാക്കണ് പിന്നെ ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ചോറും ചൂടുള്ള കറിയും ചൂടുള്ള ബീഫൊക്കെയാണ് കേട്ടോ. അങ്ങനെ ആ ചോറ് അങ്ങനെ വിളമ്പിട്ടോ. ഞാനും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാൽ ഉച്ചക്ക് തിന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ തിന്നത്. ഏകദേശം 1:45 ആയിട്ടുണ്ടാവും കേട്ടോ തിന്നപ്പോൾ. അങ്ങനെ ഇതാക്കണ പരിപ്പും കറി വെച്ചിരിക്കണ ബീഫ് ഇതാക്കണം എല്ലാം കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ചോറൊക്കെ തിന്നാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. നല്ല എല്ലാവർക്കും
എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണം. പിന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും തിരക്ക് പിടിച്ച ഒരു സൺഡേ ദിവസത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടാക്കണേ. താങ്ക് യു.